മലയാളികളുടെ ഓർമ്മച്ചെപ്പിൽ എന്നും കാത്തുസൂക്ഷിക്കുന്ന ഓർമ്മകളാണ്. ഒരുമയുടെ ഉത്സവമാണ് ഓണം. കർക്കിടകത്തിന്റെ ദുർഘടങ്ങൾ പെയ്തൊഴിയുന്ന മാനത്ത് പൂക്കളും പൂമ്പാറ്റകളും വർണ്ണക്കിളികളും സുവർണ മേഘങ്ങളും ഓണനാളുകളുടെ മാറ്റും. മാവേലി തമ്പുരാനെ വരവേൽക്കാൻ വീടും നാടും നഗരവും പ്രകൃതിയും ഒരുങ്ങുന്നതോടെ ജാതി മത ഭേദമന്യേ ജനങ്ങൾ ഒന്നടങ്കം തിരുവോണത്തെ ഒരു ഉത്സവമാക്കി മാറ്റും. തിരുവോണത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. പൗരാണിക കേരളത്തിലെ മാമാങ്ക ഉത്സവത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തിരുവോണമെന്ന് ഒരു കൂട്ടർ പറഞ്ഞു. അതൊന്നുമല്ല, ഓണം വെറുമൊരു കാർഷിക ഉത്സവമാണെന്ന് മറ്റൊരഭിപ്രായവും. പണ്ട് പ്രജാക്ഷേമ തൽപരനായി ഐശ്വര്യത്തോടെ കേരളം വാണിരുന്ന മഹാബലി ആണ്ടിലൊരിക്കൽ നാടു കാണാൻ വരുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് കേരളീയർ തിരുവോണം ആഘോഷിക്കുന്നതെന്ന അഭിപ്രായത്തിലാണ് കൂടുതൽ പേരും ഉറച്ചു നിൽക്കുന്നത്. ഐതിഹ്യങ്ങൾ എന്തായാലും ഹൃദയം കൊണ്ട് ഒന്നാകാനും ഒരേ ഒരു മലയാണ്മയിൽ അലിയാനുമുള്ള മലയാളിയുടെ സഹജമായ ആഗ്രഹമാണ് ഓരോ ഓണാഘോഷത്തിലും നാം കാണുന്നത്. ഈ അത്തപ്പൂക്കളൊക്കെ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ അത്തച്ചമയൊന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. എറണാകുളം ജില്ലയില് തൃപ്പൂണിത്തുറ എന്ന സ്ഥലത്താണ് അത്തച്ചമയം ആഘോഷിക്കുന്നത്. കൊട്ടും മേളവും ആനയും എല്ലാം ആയിട്ട് വലിയൊരാഘോഷം അത്. പണ്ട് കൊച്ചി രാജാവ് കോഴിക്കോട് സാമൂതിരിയോട് യുദ്ധം ചെയ്ത് ജയിച്ചു. അതിൻ്റെ ആഘോഷമായിട്ടാണ് അത്തച്ചമയം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അതല്ല, രാജാവ് ഓണക്കാലത്ത് പ്രജകളെ കാണാൻ നടത്തിയ യാത്രയാണ് അത്തച്ചമയം എന്നും പറയും. അത്തച്ചമയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത് സാമുദായിക ഐക്യമാണ്. കരിങ്ങാച്ചിറ കത്തനാരും നെട്ടൂർ തങ്ങളും ചെമ്പിലരയനും കോവിലകത്തെത്തി രാജാവിനെ സന്ദർശിച്ച് അത്തച്ചമയ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു. രാജഭരണം ഇല്ലാതായതോടെ അത്തച്ചമയത്തിനും മാറ്റം വന്നു. പിന്നീട് 1961 മുതൽ ജനകീയ അത്തച്ചമയമായി മാറി. മലയാളിയുടെ ദേശീയോത്സവമായ ഓണം. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓണസദ്യ, ഓണപ്പാട്ട്, ഓണപ്പൂക്കളം, ഓണക്കോടി, വീട്ടുകാരുമായുള്ള കൂടിച്ചേരൽ തുടങ്ങിയ വൈവിധ്യമാർന്ന ഓർമ്മകളിലേക്കാണ് മനസ്സുണരുക. ഇവയിൽ പ്രാധാന്യം ഓണപ്പൂക്കളത്തിന് തന്നെ. പഴയ കാലത്ത് ഓണനാളിൽ പാടവരമ്പത്തും തൊടികളിലും പൂത്തിരുന്ന ചെടികളിൽ നിന്നും പൂവെടുത്താണ് പൂക്കളം തീർക്കുക. കാലം മാറിയപ്പോൾ പൂപ്പലിപ്പാട്ടും പൂക്കുടയും അപ്രത്യക്ഷമായെങ്കിലും
കടകളിൽ നിന്നും വാങ്ങുന്ന പൂക്കളാണ്. കാഴ്ചയ്ക്ക് ഇമ്പമേറുന്ന രീതിയിൽ പൂക്കളം തീർത്ത് മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നു. എന്നാൽ ഇതിനെല്ലാം ഒരു സാമ്പ്രദായിക രീതിയുണ്ട്. അത്തം മുതൽ 10 നാൾ പൂക്കളമൊരുക്കിയാണ് മലയാളികൾ മാവേലി തമ്പുരാനെ വരവേൽക്കുക. പൂക്കളം ഇട്ടു തുടങ്ങുന്ന അത്തം നാളിൽ മുറ്റത്ത് മണ്ഡപം തീർത്ത് ചാണകം മെഴുകി തറ ഒരുക്കുന്നു. ആദ്യ ദിവസമായ അത്തം നാളിൽ തുമ്പപ്പൂവ് കൊണ്ട് ഒരു നിര പൂവിടുന്നു. പൂക്കളത്തിൽ തുമ്പപ്പൂവിന് പ്രഥമ സ്ഥാനം കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. മാവേലി തമ്പുരാനെ വരവേൽക്കുന്നതിനായി പൂക്കളെല്ലാം വരിവരിയായി നിന്നപ്പോൾ പകിട്ടണിയുവാനില്ലാത്ത പാവം തുമ്പപ്പൂ നാണിച്ച് ഒരു കോണിൽ ഒതുങ്ങി നിന്നു. മാവേലി തമ്പുരാൻ വന്ന് മറ്റു പൂക്കളെയെല്ലാം തൊട്ടനുഗ്രഹിച്ചപ്പോൾ നാണിച്ചു മാറി നിൽക്കുന്ന തുമ്പപ്പൂവിനെ തന്റെ കൈകളിലെടുത്ത് ശിരസിൽ ചൂടി. ഇങ്ങനെയാണ് പൂക്കളത്തിന്റെ മധ്യഭാഗത്ത് ഒന്നാമതായി തുമ്പപ്പൂ എത്തുന്നത്. രണ്ടാം നാളായ ചിത്തിരക്കളത്തിൽ തുമ്പയ്ക്കൊപ്പം തുളസിയും എത്തുന്നു. തുമ്പപ്പൂ വെറുത്തെടുത്തും തുളസിക്കതിർ നുള്ളിയെടുത്തും പൂക്കളം തീർക്കുമ്പോൾ അത് 2 നിരയെ ഉണ്ടാകാറുള്ളൂ. ചോതിനാളിൽ പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂവിന് സ്ഥാനം. ചോതിനാൾ മുതലാണ് പൂക്കളത്തിന് നിറങ്ങൾ വെച്ചു തുടങ്ങുക. ചോതിയിൽ 3 നിര പൂക്കൾ ഇടുന്നു. വിശാഖമെത്തുമ്പോൾ പൂക്കളുടെ എണ്ണം 4 ആകും. 4 നിര പൂക്കൾ ചേരുന്നതോടെ പൂക്കളത്തിന്റെ ഭംഗി പറയേണ്ടതില്ല. അനിഴം തൊടിയിൽ നിന്നു കിട്ടുന്ന പൂക്കൾ ശേഖരിച്ച് പൂക്കളം കൂടുതൽ മനോഹരമാക്കുന്നു. എത്ര നിര പൂക്കളാണിന്ന്? 1, 2, 3, 4, 5. അനിഴമാകുമ്പോൾ 5 നിര പൂക്കളം. തൃക്കേട്ട പൂക്കളം ഇട്ടു തുടങ്ങി 6-ാം നാൾ തൃക്കേട്ട. തൃക്കേട്ടയുടെ അന്ന് പൂക്കളത്തിന് 6 നിര പൂക്കൾ. നാട്ടുപൂക്കൾ നാടു നീങ്ങിയെങ്കിലും പാടത്തും തൊടിയിലും കിട്ടുന്ന പൂക്കൾ കൊണ്ട് 6 നിര പൂക്കളിട്ട് പൂക്കളം മനോഹരമാക്കുന്നു. മൂലം 7-ാം നാൾ മൂലം. മൂലത്തിന് മൂല തിരിച്ച് പൂക്കളമിടണം. വൃത്താകൃതിയിൽ നിന്ന് പൂക്കളം ചതുരാകൃതിയിലേക്ക് മാറുന്നത് മൂലം നാളിലാണ്. വാഴക്കൂമ്പ് നടുക്കു വെക്കാറുണ്ട്. പൂരാടം പൂക്കളമിട്ട് 8-ാം നാൾ പൂരാടം. 8 നിര പൂക്കളാൽ മനോഹരമാക്കുന്ന പൂക്കളത്തിന് എല്ലാ നിറങ്ങളും ഉപയോഗിക്കാം. ഒപ്പം ഏതു രൂപവും സ്വീകരിക്കാം. ഉത്രാടം പൂക്കളമിട്ടു തുടങ്ങി 9-ാം നാൾ ഉത്രാടം. ഉത്രാടത്തിന് സർവാണി പുഷ്പങ്ങൾ. ഏറ്റവും വലിയ പൂക്കളം. 9 നിരകളാൽ നിറഭേദങ്ങളാൽ പൂക്കളം ഏറ്റവും മനോഹരമാക്കുന്നത് ഉത്രാട നാളിലാണ്. തിരുവോണം തിരുവോണ നാളിൽ പൂക്കളം പല വീടുകളിലും തീർക്കാറില്ല. ഉത്രാട നാളിൽ വൈകുന്നേരം പൂക്കളം തീർക്കും. പൂക്കളത്തിന് നടുവിൽ ദർഭപ്പുല്ല് വിരിച്ച് അതിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കും. പൂക്കളം നിർമ്മിക്കുന്നതിൽ പ്രാദേശിക ഭേദങ്ങൾ ഉണ്ടാകാം. എങ്കിലും പൊതുവായ ഒരു രീതി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം. ഓണം കേരളീയരുടെ ദേശീയ ഉത്സവം മാത്രമല്ല, ആഗോള ഉത്സവം കൂടിയാണ്. ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് മലയാളികളുണ്ടോ അവിടെയെല്ലാം ഓണവുമുണ്ട്. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഓണപ്പൂക്കളവും ഓണസദ്യയും ഓണക്കോടിയും ഓണക്കളികളുമൊക്കെയാണ്. ഓണനാളുകളിൽ വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം പ്രായഭേദമന്യേ എല്ലാവരും ഓണക്കളികളിൽ പങ്കെടുക്കാറുണ്ട്. ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത തരം ഓണക്കളികളാണുള്ളത്. ഓണക്കളികളെ
കലാപരമായ കളികളെന്നും കായികപരമായ കളികളെന്നും രണ്ടായി തരംതിരിക്കാം. ഇതിൽ കലാപരമായ കളികൾ പുതുതലമുറയ്ക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഓണംതുള്ളൽ, ഓണപ്പൊട്ടൻ അഥവാ ഓണേശ്വരൻ, ഓണത്തെയ്യം, ഓണവില്ല് എന്നിവ കലാപരമായ കളികളാണ്. കലാപരമായ കളികളെക്കാൾ നമ്മെ കൂടുതൽ ആകർഷിക്കുന്നത് കായികപരമായ കളികളാണ്. കൈകൊട്ടിക്കളി, തുമ്പിതുള്ളൽ, ഊഞ്ഞാലുകളി, ചവിട്ടുകളി, പുലികളി, വടംവലി, സുന്ദരിക്ക് പൊട്ടിടൽ, കലത്തല്ലിപ്പൊട്ടിയിടൽ ഇവയെല്ലാം കായികപരമായ കളികളാണ്. ഇങ്ങനെയുള്ള കളികൾ നമ്മുടെ സ്കൂളിലും നടന്നിരുന്നു. ആ കളികളുടെ അഥവാ ആ ഓർമ്മകളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഗൃഹാതുര സ്മരണകളുമായി നാടും നഗരവും ഓണത്തെ വരവേൽക്കുവാൻ അണിഞ്ഞൊരുങ്ങുന്ന പൊൻസുദിനമാണ് ഉത്രാടം. ഉത്രാട പൂനിലാവ് പരക്കുമ്പോൾ ഓണാഘോഷത്തിനും ഓണസദ്യയ്ക്കും ആവശ്യമായ വിഭവങ്ങൾ തങ്ങളുടെ കയ്യെത്തും ദൂരത്ത് എത്തിക്കുവാനുള്ള തിരക്കിലാണ് മലയാളികൾ. മറുനാട്ടിലും ദൂരദേശത്തുമുള്ള കുടുംബാംഗങ്ങൾ ഒരുമിക്കുന്ന ആനന്ദത്തിന്റെ തിരുനാളിന് മനോഹാരിത വരുത്തുന്ന മലയാളികളുടെ തിരക്കിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്നു പറയുന്നത്. മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മധുരം നിറഞ്ഞ ഒരനുഭവമാണ് ഓണം. തിരുവോണ നാളിൽ
തൂശനിലയിൽ വിളമ്പുന്ന ഓണസദ്യയാണ് ഓണത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം. ഉണ്ടറിയണം ഓണം എന്നാണല്ലോ ചൊല്ല്. നല്ല കുത്തരിച്ചോറ്, പരിപ്പ് കറി, സാമ്പാറ്, അവിയല്, ഓലൻ, കാളൻ, എരിശ്ശേരി, പുളിശ്ശേരി, പഴം, പപ്പടം, പായസം തുടങ്ങിയവയെല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ സദ്യയാണ് ഓണത്തിന് ഒരുക്കുന്നത്. പൂക്കളുമായി തിരുവോണം വന്നെത്തി. കേരളത്തിലെ സ്ത്രീകളുടെ തനതായ നൃത്തകലാരൂപമാണ് തിരുവാതിരക്കളി. മതപരമായ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി അല്ലാതെയും അവതരിപ്പിക്കുന്ന ഈ നൃത്തരൂപം സ്ത്രീകൾ ചെറിയ സംഘങ്ങളായി അവതരിപ്പിക്കുന്നു. പൊതുവെ ഓണത്തിനും ധനുമാസത്തിലെ തിരുവാതിര നാളിലും പരമ്പരാഗത കേരളീയ വസ്ത്രമായ മുണ്ടും നേരിയതും ധരിച്ച് സ്ത്രീകൾ പൂക്കളത്തിനും നിലവിളക്കിനും ചുറ്റും നൃത്തം ചെയ്യുന്നതാണ് തിരുവാതിരക്കളി.
സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, സമത്വവും സഹോദര്യവും പ്രഘോഷിക്കപ്പെടുന്ന ഈ ഓണദിവസങ്ങളിൽ ജാതി മത വർഗ ലിംഗഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടും സന്തോഷവും സമാധാനവും സംസ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടും ഈ ഓണം ആഘോഷിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. എല്ലാവർക്കും ഹൃദയപൂർവ്വം ഓണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ആവണി മാസത്തിൽ ആർപ്പുവിളികളുമായി പൊന്നോണം എത്തുമ്പോൾ മനസ്സ് അറിയാതെ ഗൃഹാതിരിത്വത്തിലേക്ക് വഴുതി വീഴുകയാണ്. തിരുവോണം എന്നും മലയാളിയുടെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും സമാധാനവുമൊക്കെ വിളയാടുന്ന ഒരു അവസരമാണ്. ആർപ്പുവിളികളുടെ നാം വരവേൽക്കേണ്ട ഓണം ഈ കൊറോണ മൂലം വായ് മൂടിക്കെട്ടി സ്വീകരിക്കേണ്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. എങ്കിലും നാം ഒത്തൊരുമിച്ച് നിന്നാൽ, ഒരുമയോടെ പ്രവർത്തിച്ചാൽ ഈ തിരുവോണവും നമുക്ക് സന്തോഷത്തിൻ്റെതാകും. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഏവർക്കും തിരുവോണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസിക്കുന്നു. ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ ധാരാളം മത്സരങ്ങൾ നടത്തുകയുണ്ടായി. നമ്മുടെ കുട്ടികളുടെയും പേരൻസിൻ്റെയും വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഓരോ മത്സരങ്ങളിലും ഉണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. Videography competition, LKG, first prize Gaya N. Second prize Eva Selin Siju. Third prize Devdutt G. UKG, first prize Adidev Anil. Second prize Avantika Deepu. Third Devanarayan R. എന്നിട്ട് പൂവടയൊക്കെ വെച്ച ഓണത്തപ്പനെ വിളിക്കും. അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും കൂടെ പായസം ഉണ്ടാക്കാൻ കൂടും. And Ivan Justin. Kiddies, first prize Anandalakshmi KR. Second prize Jewel Jimmy. Third prize Abhiya Tessa Chase. LP, first prize Fiona Joffin. Second prize Devayami Panikar. Third prize Adinath Veeratheesh. UP, first prize Oviatus Augustine. Second prize Meria Bridget Manesh. Third prize Stephen Reggie. And Sarah Maria Biju. High School, first prize Nohar Ausep Cyril. Second prize Alphonse Jose. And third prize Nandana Krishna. Fancy dress LKG, first prize Devdutt G Nair. Second prize Tom John.
Third prize, Jasna Jinjo and Niharika S. UKG, first prize, Ivana Elsa Melvin. Second prize, Devanarayanan R. Nair. Third prize, Adidev Anil and Advait Dinesh. Kiddies, first prize, Evelyn Joffin. Second prize, Iron Prince. Third prize, Jewel Jimmy. LP, first prize, Fiona Joffin. Second prize, Advait Sanjit. Third prize, Nanda Kishore S. Nadan Patta competition, UP, first prize, Oviatus Augustine. Second prize, Vrinda Manu. Third prize, Riya Biju. High school, first prize, Nora Mariam Suri. വിത്തു വിതയ്ക്കാൻ പോകണ്ടേ പൊന്നേ കുഞ്ഞാ തുണേവാ സൂര്യൻ തെളിയണ നേരത്ത് കുട്ടാടൻ പാടത്ത്. Second prize, Leah Matthew. അയ്യോ മേടമെറിഞ്ഞാൽ മഴ വീഴാതെ കാവലങ്ങായി ചൂട്ടും തെളിച്ചൊരാൾ പടവരമ്പത്തുറക്കമില്ലാറോ മാസം. And Noher Ausset Siru. കൈത്താളം കൊട്ടാണ് ആടിയുലയാണ് ആൾക്കാര് പാടും ചവിട്ടി മെതിക്കണ നേരത്ത് പാടുന്ന പാട്ടെന്ത് ചേലാട്. Third prize, Hans Tom Sojan. ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കേണൊരൊച്ച പോലെ.